ആകാശവാണി വിദ്യാഭ്യാസ രംഗം. വിജയവാണി SSLC പരീക്ഷാ സഹായി. 10ാം ക്ലാസ് ജീവശാസ്ത്രം മാതൃകാ ചോദ്യപേപ്പർ അവലോകനം. അവതരിപ്പിക്കുന്നത് തോന്നിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ M. നിസാർ അഹമ്മദ്. പ്രിയപ്പെട്ട കുട്ടികളെ, ജീവശാസ്ത്ര പരീക്ഷയിൽ എങ്ങനെ മികച്ച സ്കോർ കൈവരിക്കാം എന്നതാണ് ഇന്നത്തെ അവതരണം ലക്ഷ്യമിടുന്നത്. മികച്ച സ്കോർ നേടുന്നതിന് ചോദ്യങ്ങളുടെ വിന്യാസവും ക്രമീകരണവും വിവിധ ചോദ്യമാതൃകകളും അറിയേണ്ടതുണ്ട്. ജീവശാസ്ത്ര പരീക്ഷയുടെ സ്കോർ 40 മാർക്കാണ്. എങ്ങനെയാണ് സ്കോർ വിന്യാസമെന്ന് നമുക്ക് നോക്കാം. ഒരു സ്കോറിൻ്റെ 4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ വിഭാഗത്തിൽ ചോയ്സ് ഇല്ല. 2 സ്കോറിൻ്റെ 7 ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. ഇതിൽ 2 ചോയ്സുകളും ഉണ്ടാകും. ചോയ്സുകൾ ഒരേ ആശയത്തിൽ നിന്നോ അതേ അധ്യായത്തിൽ നിന്നോ അതേ ചോദ്യ നിലവാരത്തിൽ നിന്നോ ആകാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എല്ലാ പാഠഭാഗവും പഠിച്ചാണ് പരീക്ഷയെ സമീപിക്കേണ്ടത് എന്ന വസ്തുത നാം ഓർക്കേണ്ടതുണ്ട് എന്ന് അർത്ഥം. ഇനി 3 സ്കോറിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. 3 സ്കോറിൻ്റെ 6 ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. അതായത് 18 സ്കോർ. ഈ വിഭാഗത്തിൽ 2 ചോയ്സുകളും ഉണ്ടാകും. 4 സ്കോറിൻ്റെ 1 ചോദ്യമാണ് ചോദിക്കുന്നത്, കൂടെ 1 ചോയ്സും. ഇതാണ് ചോദ്യവിഭാഗങ്ങൾ. ഇനി ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കാവുന്ന ഏകദേശ സ്കോർ എത്രയെന്ന് നമുക്ക് നോക്കാം. അധ്യായം 1 ജീവന്റെ ജനിതകം 9 സ്കോറാണ് പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ളത്. അധ്യായം 2 പരിണാമത്തിൻ്റെ വഴികൾ 10 സ്കോർ. അധ്യായം 3 സംവേദനങ്ങൾക്ക് പിന്നിൽ 10 സ്കോർ. അധ്യായം 4 ജീവികളിലെ രാസസംവേദനം 8 സ്കോർ. അധ്യായം 5 പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും 12 സ്കോർ. അധ്യായം 6 ജീവശാസ്ത്രവും സാങ്കേതികവിദ്യയും 5 സ്കോർ. ഇതനുസരിച്ച് വേണം പഠനം ക്രമീകരിക്കേണ്ടത്. ഇനി ചോദ്യമാതൃകകൾ പരിചയപ്പെടാം. ഒരു സ്കോറിനുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. ഒരു സ്കോറിനുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് പ്രസ്താവനയും കാരണവും വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നൊരു മാതൃക. ഇവിടെ പ്രസ്താവനയായി നൽകിയിരിക്കുന്നത് ക്യാൻസർ ഒരു സാംക്രമിക രോഗമാണ്. കാരണം ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. 4 ചോയ്സുകൾ കൂടിയുണ്ട്. എ ചോയ്സ് പ്രസ്താവനയും കാരണവും ശരിയാണ്, കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ്. ബി ചോയ്സ് പ്രസ്താവനയും കാരണവും ശരിയാണ്, കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമല്ല. സി ചോയ്സ് പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. ഡി ചോയ്സ് പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. ഇങ്ങനൊരു ചോദ്യമാതൃക വന്നാൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ വിശകലനം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തേണ്ടതെന്ന് നോക്കാം. ഇവിടെ ആദ്യം നോക്കേണ്ടത് നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും ശരിയാണോ എന്നാണ്. രണ്ടും ശരിയാണ് എങ്കിൽ ചോയ്സ് എയിലും ബിയിലും മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ സി ഡി ചോയ്സ് പരിശോധിക്കുക. പ്രസ്താവന രണ്ടും ശരിയാണെങ്കിൽ കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണോ അല്ലയോ നോക്കുക. തുടർന്ന് ഉത്തരത്തിലേക്ക് എത്തുക. ഈ ചോദ്യത്തിൽ പ്രസ്താവന ക്യാൻസർ ഒരു സാംക്രമിക രോഗമാണ് എന്നാണ്. അത് തെറ്റാണ്. ക്യാൻസർ പകരാത്ത രോഗമാണ്. കാരണമായി നൽകിയിരിക്കുന്ന ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നത് ശരിയാണ്. ഇവിടെ പ്രസ്താവന തെറ്റും കാരണം ശരിയുമാണ്. അപ്പോൾ ഉത്തരം ഡി ചോയ്സായ പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ് എന്നതാണ്. ഒരു സ്കോറിനുള്ള അടുത്ത ഒരു ചോദ്യമാതൃക പരിചയപ്പെടാം. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. 3 പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. പ്രസ്താവനകൾ ഇങ്ങനെയാണ്. പ്രസ്താവന 1 ഈസിനോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. പ്രസ്താവന 2 ബേസോഫിൽ രക്തം കട്ടപിടിക്കുന്ന തടയുന്ന ഹെപ്പാരിനെ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രസ്താവന 3 മോണോസൈറ്റ് അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃതകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ചോയ്സുകൾ നമുക്ക് നോക്കാം. എ ചോയ്സ് പ്രസ്താവന 1, 2, 3 ശരി. ബി പ്രസ്താവന 1, 2 ശരി. സി പ്രസ്താവന 2, 3 ശരി. ഡി പ്രസ്താവന 1 ശരി. ഉത്തരം ലഭിക്കുന്നതിന് 3 പ്രസ്താവനകളും ശരിയാണോ എന്ന് പരിശോധിക്കുക. അതിനനുസരിച്ചാണ് ഉത്തരത്തിൽ എത്തിച്ചേരേണ്ടത്. നൽകിയിരിക്കുന്ന 3 പ്രസ്താവനകളിൽ പ്രസ്താവന 1 ഈസ്നോഫിൽ ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു എന്നത് തെറ്റാണ്. മറ്റ് 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഉത്തരമായി നമുക്ക് എടുക്കാവുന്നത് സി പ്രസ്താവന 2, 3 ശരി എന്നതാണ്. അതായത് പ്രസ്താവന 2 ബേസോഫിൽ രക്തം കട്ടപിടിക്കുന്ന തടയുന്ന ഹെപ്പാരിനെ ഉൽപ്പാദിപ്പിക്കുന്നു.
പ്രസ്താവന 3 മോണോസൈറ്റ്, അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃതകോശങ്ങൾ എന്നിവ വിഴുങ്ങി നശിപ്പിക്കുന്നു എന്നിവ ശരിയായതുകൊണ്ടാണ് നമ്മൾ സി എന്ന ചോയ്സിലേക്ക് എത്തിച്ചേർന്നത്. ഇനി ഒരു സ്കോറിനുള്ള മറ്റൊരു സാധ്യത പരിചയപ്പെടാം. ചോദ്യം ഇതാണ്: നൽകിയിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടെത്തുക എന്നതാണ്. 2 കോളമാണ് ചോദ്യത്തിൽ ഉണ്ടാവുക. ആദ്യ കോളത്തിൽ എ തലാമസ്, ബി പോൺസ്, സി സെറിബെല്ലം എന്നും, രണ്ടാമത്തെ കോളത്തിൽ 1 ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു, 2 വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം, 3 പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായി ക്രമപ്പെടുത്താനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. തലാമസുമായി ബന്ധപ്പെട്ടത് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗമെന്നതാണ്. അതുപോലെ പോൺസ് ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗമായും, സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗമായും പ്രവർത്തിക്കുന്നു. ശരിയായ ക്രമപ്പെടുത്തിയ ഉത്തരം ചോയ്സിൽ നോക്കി എടുത്തെഴുതുക. ചിത്രസഹായത്താലും ജീവശാസ്ത്രത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 2 സ്കോറിനുള്ള ഒരു ചോദ്യം പരിചയപ്പെടാം. ചിത്രം നിരീക്ഷിച്ച് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടാവും. ഇവിടെ ചിത്രത്തിൽ സുഷുമ്നയുടെ ഘടനയാണ് നൽകിയിട്ടുള്ളത്. ആ ചിത്രത്തിൽ തന്നെ സെൻട്രൽ കനാൽ എ എന്ന ലേബൽ നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ചിത്രം സൂചിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ ധർമ്മമെന്ത്? രണ്ടാമത്തെ ചോദ്യം: ചോദ്യം എ സൂചിപ്പിക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ദ്രവത്തിൻ്റെ ധർമ്മമെന്ത്? ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയുക? ചിത്രം സുഷുമ്നയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുകയും മസ്തിഷ്കത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുക എന്നത് സുഷുമ്നയാണ്. ഈ ധർമ്മമാണ് ആ ചോദ്യത്തിന് ഉത്തരമായി എഴുതേണ്ടത്. ഇതിലെ രണ്ടാമത്തെ ഉപചോദ്യം സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതുമാണ്? സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം സെറിബ്രോസ്പെനൽ ദ്രവമാണ്. അതിൻ്റെ പ്രധാന ധർമ്മങ്ങൾ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുക, മാലിന്യങ്ങളെ നീക്കം ചെയ്യുക, മർദ്ദം ക്രമീകരിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയാണ്. സ്കോറിനനുസരിച്ച് ഇവയിൽ 2 അല്ലെങ്കിൽ 4 ധർമ്മങ്ങൾ എഴുതിയാൽ മതിയാകും. ചിത്രങ്ങളുടെ സഹായത്താൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. നൽകിയിരിക്കുന്ന ചിത്രം ആന്തരകർണത്തിലെ കോക്ലിയയുമായി ബന്ധപ്പെട്ടതാണ്. ചിത്രത്തിൽ കോക്ലിയയുടെ മുകളിലത്തെ അറ എ ആയും മധ്യ അറ ബി ആയും ബേസിലാർ സ്തരം സി ആയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഉപചോദ്യം: എ ബി സൂചിപ്പിക്കുന്ന ഭാഗങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവങ്ങളേത്? രണ്ടാമത്തെ ചോദ്യം: സി സൂചിപ്പിക്കുന്ന ഭാഗം കേൾവി എന്ന അനുഭവത്തിൽ വഹിക്കുന്ന പങ്കെന്ത്? കോക്ലിയയുടെ മുകളിലത്തെ അറയിൽ നിറഞ്ഞിരിക്കുന്നത് പെരിലിംഫ് എന്ന ദ്രവവും മധ്യ അറയിൽ എൻഡോലിംഫ് എന്ന ദ്രവവുമാണ് നിറഞ്ഞിരിക്കുന്നത്. മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയ്ക്കുള്ള ബേസിലാർ സ്തരത്തിലാണ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഓർഗൻ ഓഫ് കോർട്ടി എന്ന ഭാഗമുള്ളത്. ഇവിടെയുള്ള രോമകോശങ്ങളിൽ എത്തുന്ന കമ്പനം ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ആവേഗങ്ങൾ ശ്രവണനാഡി വഴി മസ്തിഷ്കത്തിലെത്തുകയും ചെയ്യുന്നതോടെ കേൾവി എന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റൊരു ചോദ്യമാതൃക നോക്കാം. പ്രസ്താവന വിശകലനം ചെയ്യുന്ന ഒരു ചോദ്യമാതൃകയാണിത്. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തത്തിലെ ആശയം ചുവടെ നൽകിയിരിക്കുന്നു. ചോദ്യത്തിലെ ആശയം ഇതാണ്: ഭക്ഷണ ദൗർലഭ്യം കാരണം ഉയരം കൂടിയ ചില്ലകളിൽ നിന്നുള്ള ഇലകൾക്കായി കഴുത്ത് നീട്ടിയതിൻ്റെ ഫലമായി ജിറാഫിൻ്റെ കഴുത്തിന് നീളം കൂടുന്നു. ചോദ്യം: സിദ്ധാന്തം ഏതാണ്? രണ്ടാമത്തെ ചോദ്യം: ഈ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വച്ച പരിണാമ ആശയമേത്? നിരന്തരമായ ഉപയോഗത്തിലൂടെ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ രൂപപ്പെട്ടു എന്നാണ് സിദ്ധാന്തത്തിലെ പ്രധാന ആശയം. അതായത് ഇവിടെ സ്വയാർജിത സ്വഭാവത്തിൻ്റെ പാരമ്പര്യ പ്രേഷണമാണ് കാണിക്കുന്നത്. ഈ സിദ്ധാന്തം ലാമാർക്കിസം അല്ലെങ്കിൽ സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വച്ച പരിണാമാശയം പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ്. മറ്റൊരു ചോദ്യമാതൃക പരിചയപ്പെടാം. ഒരു വ്യക്തിയുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് ചുവടെ നൽകിയിരിക്കുന്നു. അളവ് ഇതാണ്: 220 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഉപചോദ്യം എ: ഏതാണ് രോഗാവസ്ഥ? രണ്ടാമത്തെ ഉപചോദ്യം: രോഗകാരണം എന്ത്? മൂന്നാമത്തെ ഉപചോദ്യം: രോഗലക്ഷണം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 220 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ്. ഈ രോഗാവസ്ഥയാണ് പ്രമേഹം. പ്രമേഹം 2 തരത്തിലാണ് കാണപ്പെടുന്നത്: ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹം. ഇൻസുലിൻ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭക്ഷണ നിയന്ത്രണമില്ലായ്മ, ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയൽ തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഇൻസുലിൻ ഉൽപ്പാദനശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം.
അമിതദാഹം, വിശപ്പ്, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ശരീരഭാരം കുറയൽ, ക്ഷീണം എന്നിവയൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമാതൃക പരിചയപ്പെടാം. ഇവിടെ ഒരു രോഗത്തിൻ്റെ പകർച്ചാ രീതിയാണ് നൽകിയിരിക്കുന്നത്. രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിൽ എത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെയാണ് ഈ രോഗം പകരുന്നത് എന്നാണ് നൽകിയിരിക്കുന്നത്. ഉപചോദ്യങ്ങൾ ഇതാണ്: രോഗമേത്, രോഗകാരി ഏത്, രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏവ, രോഗലക്ഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. രോഗം ക്ഷയരോഗമാണ്. രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ്. ഇത് പ്രധാനമായും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നതെന്ന് നമുക്കറിയാം. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, ക്ഷീണം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ കഫത്തിൽ രക്തവും കണ്ടേക്കാം. ജീവശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയ വ്യക്തിയാണ് ഗ്രിഗർ മെൻഡൽ. അദ്ദേഹത്തിൻ്റെ വർഗസങ്കരണ പരീക്ഷണത്തെ ആസ്പദമാക്കി ഒരു ചോദ്യം പരിചയപ്പെടാം. ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ച് മെൻഡൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണത്തിൻ്റെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത്. ചിത്രീകരണം വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതാണ് ചോദ്യം. ചിത്രീകരണമായി നൽകിയിരിക്കുന്നത് മാതൃസസ്യങ്ങളായി ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും തമ്മിലുള്ള വർഗസങ്കരണമാണ്. അതിൻ്റെ ഫലമായി 1-ാം തലമുറയിൽ ഉയരം കൂടിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചോദ്യങ്ങൾ ഇതാണ്: മാതൃസസ്യങ്ങളുടെ ജീനോടൈപ്പ് എഴുതുക. ബി ചോദ്യം: ഈ വർഗസങ്കരണ പരീക്ഷണത്തിൽ നിന്ന് മെൻഡൽ രൂപീകരിച്ച അനുമാനങ്ങളേവ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് ജീനോടൈപ്പ്. ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകടരൂപത്തിന് കാരണമാകുന്ന ജനിതഘടനയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ മാതൃസസ്യങ്ങൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമാണ്. ഇവയുടെ ജീനോടൈപ്പ് ഉയരം കൂടിയതിന് ക്യാപിറ്റൽ ടി എന്നും ഉയരം കുറഞ്ഞതിന് സ്മോൾ ടി എന്നും നമുക്ക് എഴുതാൻ കഴിയും. എന്താണ് ഇതിൽ നിന്ന് എത്തിച്ചേർന്ന അനുമാനങ്ങൾ? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ 1-ാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ പ്രകടമാകുന്ന ഗുണത്തിന് പ്രകടഗുണമെന്നും ഇത് മറഞ്ഞിരിക്കുന്ന ഗുണത്തിന് ഗുപ്തഗുണം എന്നുമാണ് പറയുന്നത്. ചിത്രീകരണ വിശകലനമാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾക്കനുസരിച്ചുള്ള ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തുക എന്ന ചോദ്യം. ഇന്ന് നമ്മൾ ക്ലാസ്സിന് അവതരണത്തിനകത്ത് എടുത്തിരിക്കുന്നത് കണ്ണിൻ്റെ ചിത്രമാണ്. അതിനുള്ള പ്രസ്താവനകളായി നൽകിയിരിക്കുന്നത് കണ്ണിൻ്റെ സുതാര്യമായ മുൻഭാഗം, അടുത്ത പ്രസ്താവന പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗം, അടുത്തൊരു പ്രസ്താവന റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം എന്നിവയാണ്. ചിത്രം പെൻസിൽ ഉപയോഗിച്ചാണ് വൃത്തിയായി വരയ്ക്കേണ്ടത്. ഇതിന് 1 സ്കോർ ലഭിക്കും. തുടർന്ന് ഓരോ പ്രസ്താവനയുടെ ഉത്തരം കണ്ടെത്തണം. എയുടെ ഉത്തരം കോർണിയയാണ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗം പ്യൂപ്പിളാണ്. റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം അന്തബിന്ദുവാണ്. ഇനി ചിത്രത്തിൽ ഇത് കൃത്യമായി വ്യക്തതയോടെ അടയാളപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിന് നൽകിയിട്ടുള്ള മുഴുവൻ സ്കോറും ലഭിക്കുകയുള്ളൂ. ഇതേ ചോദ്യം തന്നെ ഭാഗങ്ങൾ തെറ്റായി അടയാളപ്പെടുത്തി അതിനെ ശരിയായി ക്രമീകരിക്കുന്ന രീതിയിലുള്ള ചോദ്യമായും ചോദിക്കാം. പത്രവാർത്തകൾ അതും ചോദ്യമായി ചോദിക്കാറുണ്ട്. അത്തരത്തിലെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. പത്രവാർത്ത ഇതാണ്: ദുരന്തത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ സാങ്കേതികവിദ്യ സഹായിച്ചു എന്നാണ് തലക്കെട്ട്. ഇവിടെ പത്രവാർത്തയിൽ പരാമർശിക്കുന്ന സാങ്കേതികവിദ്യ ഏത്? ഈ സാങ്കേതികവിദ്യ കണ്ടെത്തിയത് ആര്? ഈ സാങ്കേതികവിദ്യ മരണമടഞ്ഞവരെ കണ്ടെത്താൻ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. ഇന്ന് ചില ചോദ്യമാതൃകകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനിയുള്ള ദിവസങ്ങളിൽ പാഠഭാഗങ്ങളിലെ ആശയങ്ങളെ ആസ്പദമാക്കിയുള്ള വിവിധ ചോദ്യമാതൃകകൾ പരിചയപ്പെടണം. ഇത് നിങ്ങളെ മികച്ച വിജയത്തിലേക്ക് നയിക്കും. ഏവർക്കും വിജയാശംസകൾ. 10ാം ക്ലാസ് ജീവശാസ്ത്രം മാതൃകാ ചോദ്യപേപ്പർ അവലോകനമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എം നിസാർ അഹമ്മദ്. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.